അല്പസമയത്ത് തന്നെ ഗവർണർ അവിടെ നിന്ന് ഇറങ്ങും. നമ്മുടെ പ്രതിനിധികൾ അവിടെയുണ്ട്, 2 സ്ഥലങ്ങളായുണ്ട്, ഗസ്റ്റ് ഹൗസിലുമുണ്ട്, ഈ സെമിനാർ ഹാളിലുമുണ്ട്. പക്ഷേ ഇപ്പോഴും SFIയുടെ പ്രതിഷേധം ഇപ്പുറത്ത് അതിരൂക്ഷമായി തുടരുകയാണ്. അവിടെ ബാരിക്കേഡിന് അപ്പുറത്താണ് SFI ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ ബാരിക്കേഡ് മറികടന്ന് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മതിൽ ചാടിക്കടന്ന് ഏത് നിമിഷവും പ്രവർത്തകർ വീണ്ടും റോഡിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെയാവുകയാണെങ്കിൽ ഈ പോലീസിന് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് വലിയ തലവേദനയാണ് പോലീസിന് ഉണ്ടാക്കിയത്. നേരത്തെ വളരെ അപ്രതീക്ഷിതമായിരുന്നു. നൂറുകണക്കിന് SFI പ്രവർത്തകർ എത്തി ഈ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, പോലീസ് ഇവിടെ തടഞ്ഞ് ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പല കോണുകളിൽ നിന്നായി ചെറു സംഘങ്ങളായ SFI പ്രവർത്തകർ ഈ മതിൽ ചാടി ഈ പാതയിലേക്ക് നീങ്ങിയത്. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ നേരിടാൻ ശ്രമിച്ചു. പക്ഷേ പലപ്പോഴും അത് കുതിറിമാറി ആ റോഡിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ റോഡ് നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ഹൗസിലേക്കാണ്. അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഉടൻ തന്നെ പോലീസ് അവരെ ബലം പ്രയോഗം നടത്തി. അവിടെ ബാരിക്കേഡിന് സമീപം ഉണ്ടായിരുന്ന പോലീസ് ഉടൻ തന്നെ പിൻവാങ്ങി അവരെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. അത്തരമൊരു സാഹചര്യം ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് രൂക്ഷമാകും, പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും അതില്ലാതിരിക്കാൻ വേണ്ടി പോലീസ് ജാഗ്രത പാലിക്കുന്നു. ഇനി ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനായി മതിലിനരികെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെമിനാറും ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഗവർണർക്ക് പുറപ്പെട്ട് സെമിനാർ ഹാളിലേക്ക് എത്താൻ അവിടെ AIS, അതേസമയം തന്നെ അപ്പുറത്ത് പ്രധാന പ്രവേശന കവാടത്തിന്റെ സമീപത്ത് AISF സമാനമായ രീതിയിലുള്ള പ്രതിഷേധം പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവിടെ ഏത് രീതിയിൽ പ്രതിഷേധം രൂപപ്പെടും എന്നുള്ളത് നമുക്ക് ആ സമയത്ത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ പ്രതിഷേധങ്ങൾ ഇരുഭാഗത്തും പ്രതിഷേധമുണ്ടെങ്കിൽ കൂടി അതിനെല്ലാം ഗവർണർക്ക് സുഗമമായി ഗസ്റ്റ് ഹൗസിൽ നിന്നും സെമിനാർ ഹാളിലേക്ക് എത്തി പരിപാടി നടത്തുന്നതിന് തടസ്സമില്ലാത്ത സജ്ജീകരണം ഒരുക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ വേലി മറികടന്ന് ആരെങ്കിലും ചാടി പ്രതിഷേധത്തിന് എത്തിയാൽ അവരെ നേരിടാൻ പോലീസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിപാടി നടക്കുന്ന ഈ സെമിനാർ ഹാളിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം രൂപപ്പെടുമോ എന്നുള്ളത് വളരെ സങ്കീർണമായ സാഹചര്യമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ഏതെങ്കിലും SFI പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതു സംഘടനാ പ്രവർത്തകർ, ഏതെങ്കിലും തരത്തിലുള്ള ഈ സമരാനുകൂലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രതിഷേധാനുകൂലികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രതിഷേധം രൂപപ്പെടുകയാണെങ്കിൽ അത് പോലീസിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഗവർണർക്ക് മുമ്പിൽ വീണ്ടും പ്രതിഷേധ കരിങ്കൊടി ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഗവർണറും സമാനമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകും, ഗവർണറുടെ ഭാഗത്തും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് കണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയരുമ്പോൾ ഗവർണർ അതിന്റെ സംയമനത്തോടെ, അല്ലെങ്കിൽ ആ രീതിയിലല്ല അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത്. വാഹനത്തിൽ നിന്നിറങ്ങി നേരിട്ട് പോലീസിനോട് കയർത്ത് ശകാരിച്ച് പ്രതിഷേധ ബാനർ നേരിട്ട് കയ്പിച്ച ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു ഗവർണർ എന്നുള്ള നിലയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഈ വേലിക്കെട്ടുകൾ മറികടന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ പിടികൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ സെമിനാർ ഹാളിൽ ആരെങ്കിലും നിലയുറപ്പിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല രീതിയിലുള്ള പദ്ധതികൾ പ്രതിഷേധക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കറുത്ത ബലൂണുകളുമായി എത്തി ആകാശത്തേക്ക് പറത്തിയിട്ടുണ്ട്. വലിയ ഫ്ലക്സ് ബോർഡുകൾ, ബാനറുകളുണ്ട്. ഒപ്പം തന്നെയാണ് കറുത്ത ടീഷർട്ട് ധരിച്ചെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട സമര ഭൂമിക്കപ്പുറത്തു നിന്നും ഇരുവശത്തുമായി ആരുടെയും കണ്ണിൽപ്പെടാത്ത രീതിയിൽ പോലീസിനെ കണ്ണുവെട്ടിച്ച് പ്രവർത്തകർ കയറുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ രീതിയിൽ പല രീതിയിൽ പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ സെമിനാർ ഹാളിലേക്ക് പ്രതിഷേധത്തിന്റെ ഈ ധ്വനി എത്തുകയാണെങ്കിൽ, അതിന്റെ ചെറിയൊരു ചൂട് പോലെങ്കിലും എത്തുകയാണെങ്കിൽ അത് ഗവർണറെ പ്രകോപിതനാക്കുമെന്ന് ഉറപ്പാണ്. അത് പോലീസിനെ പ്രതിസന്ധിയാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അതിജാഗ്രത വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിലാണ് ഇപ്പോൾ ഈ പ്രദേശമുള്ളത്. ചുറ്റുപാടും പ്രതിഷേധം നടക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഗവർണർ ഗസ്റ്റ് ഹൗസിൽ കഴിയുന്നു. ഏത് നിമിഷവും ഗസ്റ്റ് ഹൗസിൽ നിന്നും സെമിനാർ ഗവർണർ എത്തുകയും ചെയ്യും. അവിടെ പ്രതിഷേധം ഉയരാതെ നോക്കുക എന്നുള്ള ഒരു സൂക്ഷ്മതയാണ് ഇപ്പോൾ. 2019 ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കണ്ണൂർ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനെയൊക്കെ തന്നെ പിന്നീട് ഉണ്ടായിട്ടുള്ള പല ഘട്ടങ്ങളിലെ പ്രതിഷേധങ്ങളെയും ചേർത്ത് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം ചരിത്രപരമായിട്ടൊക്കെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അപലപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഗവർണർ മുന്നോട്ട് പോയത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പിഴവോ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വരങ്ങളോ ഉണ്ടായാൽ സുരക്ഷാ പിഴവെന്ന് അദ്ദേഹം തീർച്ചയായും അത് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ആ രീതിയിൽ ഒരു തരത്തിലും സുരക്ഷയ്ക്ക് പഴുതുണ്ടാകരുത് എന്നാണോ പോലീസ് ആലോചിക്കുന്നതും പോലീസിന്റെ വിന്യാസം ഒക്കെ അങ്ങനെയാണോ? എത്ര ഉദ്യോഗസ്ഥരെയൊക്കെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്?
തീർച്ചയായും ഈ സനാതന ധർമ്മ ചെയറും ഉൾപ്പെടെയുള്ളവർ ആണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂലികളായ ആളുകൾ മാത്രമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഒഴിവാക്കാനുള്ള തരത്തിലുള്ള ആളുകളെ മാത്രമേ അങ്ങനെ നിരീക്ഷണത്തിലോടുകൂടി മാത്രമേ അകത്തേക്ക് കടത്തിവിടുകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസും ഒപ്പം തന്നെ സംഘാടകരും അതിനുവേണ്ടിയുള്ള മുൻകരുതൽ, പ്രതിഷേധം ഒഴിവാക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.